അഴീക്കോട് മീൻകുന്നിൽ പടക്കം പൊട്ടിയുണ്ടായ അപകടത്തിൽ 6 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരമാണ്. നീർക്കടവ് മുച്ചിരിയൻ വയനാട്ട് കുലവൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് പടക്കം ആൾക്കൂട്ടത്തിനിടയിൽ വീണ് പൊട്ടിയത്. ഇന്ന് പുലർച്ചെ 4:30യോടെയാണ് അപകടമുണ്ടായത്. ക്ഷേത്രത്തിൽ തെയ്യം നടക്കുന്നതിനിടെയാണ് പടക്കം പൊട്ടി ജനങ്ങൾക്കിടയിലേക്ക് വീണത്. കത്തിച്ച അമിട്ട് മുകളിൽ പോയി പൊട്ടേണ്ടതിന് പകരം ക്ഷേത്രനടയുടെ സമീപത്തേക്ക് വന്നു വീണ് പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് കാരണമായത്. സംഭവത്തിൽ 6 പേർക്കാണ് പരിക്കേറ്റത്. ഒരാളുടെ നില ഗുരുതരമാണ്. ഈ വപ്പിരി എന്ന് പറഞ്ഞൊരു തെയ്യമുണ്ട്. ആ തെയ്യം തെങ്ങുമ്മിൽ കയറുന്നതിന് ആ സമയത്ത് എന്ന് വെച്ചാൽ ഇവിടെ തിരക്കായിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ ചൈനീസ് പടക്കം, അത് മേലെ പോയിട്ട് പൊട്ടേണ്ട സംഭവമാണ്. അതൊന്ന് പൊട്ടാണ്ട് താഴെ വന്നിട്ട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ വന്നിട്ട് പൊട്ടിയത് കൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത്. സാധാരണഗതിയിൽ ഇവിടെ അങ്ങനെ പടക്കം പൊട്ടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇത് ചൈനീസ് പടക്കത്തിൻ്റെ ആ ഒരു ഇത് പൊട്ടിയത് കൊണ്ടാണ്, അത്രയും ഇതില്ലാത്തത് കൊണ്ടാണ് ഇത്ര ചെറിയ അപകടം സംഭവിച്ചത്. വലിയ അപകടമാണെങ്കിൽ ഇത് ഇടന്ന് നിൽക്കാൻ പറ്റില്ല, അത്രയും ജനങ്ങളായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. പടക്കം പൊട്ടിച്ചതിൽ പങ്കില്ലെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. തെയ്യം കാണാനെത്തിയ വിശ്വാസികളിൽ ചിലരാണ് പടക്കം പൊട്ടിച്ചത്. നമുക്കിവിടെ സാധാരണ ഉത്സവത്തിന് അങ്ങനെ ഒരു കരിമരുന്ന് പ്രയോഗം അങ്ങനത്തെ ഒന്നും ഇല്ല. എന്നുവെച്ചാൽ ഇവിടെ യോഗീശ്വര സാന്നിധ്യമുള്ള സ്ഥലമാണ്, അവിടെ നാഗത്തിൻ്റെ സ്ഥലമാണ്. അപ്പം ഒരിക്കലും നമുക്ക് ഇവിടുന്ന് അങ്ങനെ പൊട്ടിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കാറുമില്ല, പൊട്ടിക്കലുമില്ല. നമ്മളിവിടെ ഒരു സൗണ്ട് ബോക്സ് പോലും നമ്മൾ വെക്കാൻ അനുവദിക്കില്ല. അവിടെ കിണറിനൊക്കെ ആൾക്കാർ അത് കുറച്ചും കൂടി ലേറ്റ് ആയിട്ടാണെങ്കിൽ വപ്പിരൻ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ അവിടെ 100 കണക്കിന് ആൾക്കാർ കൂടുന്ന സമയമാണ്. എന്തോ ഒരു അപകടം സംഭവിച്ചു പോയി. അതേസമയം പടക്കം പൊട്ടിക്കാൻ അനുമതിയില്ലായിരുന്നുവെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും വളപട്ടണം SHOയുടെ ചുമതലയുള്ള കാർത്തിക് IPS വ്യക്തമാക്കി. ഓൾറെഡി അവർ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. പടക്കത്തിക്കല്ല, ഈ പരിപാടിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. 13-ാം തീയതി വന്ന്. ஆனால் പടക്കം അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഇപ്പോൾ ഞങ്ങൾ ചുവമോട്ടമായിട്ട് FIR രജിസ്റ്റർ ചെയ്യും. പിന്നെ എല്ലാം ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ അത് ഞങ്ങൾ പ്രോഗ്രസ് ചെയ്യും. സയൻറ്റിഫിക് പറഞ്ഞിട്ടുണ്ട്, സയൻറ്റിഫിക് ഓഫീസറോട്. അവർ വന്ന് എല്ലാം കളക്ട് ചെയ്യും. പിന്നെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. അതിൽ എല്ലാം റിവീൽ ആകും. ജനറലായിട്ട് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ്ക്ക് അനുമതിയല്ല. അതും 4:30 മണിക്ക് ബാൻഡാണ്. 4:30 മണിക്ക് 10 to 6 എന്ത് എക്സ്പ്ലോസീവും എവിടെയും അനുമതിയില്ല. ജനം, കണ്ണൂർ.